Today we are going to discuss the topic C programming. So, what do you mean by programming? Programming is an art of writing programs. So, what do you mean by a program? A program is nothing but it's a set of instructions arranged in a particular sequence to perform a specific task within a specific time. I will explain it. Program is nothing but set of instructions arranged in a particular sequence to perform a specific task within a specific time. Okay, so I will explain each and every word in this particular definition. So program is nothing but set of instructions arranged in a particular sequence to perform a specific task within a specific time. The first point, set of instructions. What do you mean by instruction? Instruction is nothing but the command which we are giving to the system to perform a computation. കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ സം കാണണമെന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് നമ്പേഴ്സിൻ്റെ സം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം രണ്ട് നമ്പർ റീഡ് ചെയ്യണം. ഫസ്റ്റ് യു ഹാവ് ടു റീഡ് ടു നമ്പേഴ്സ് ഫ്രം two numbers. For example, first one we need to read two numbers. രണ്ട് നമ്പർ നമ്മൾ റീഡ് ചെയ്യണം. So read two numbers and store in A, B. അതായത് രണ്ട് നമ്പർ റീഡ് ചെയ്ത് നമുക്കിപ്പോൾ രണ്ട് നമ്പറിൻ്റെ സം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, രണ്ട് നമ്പേഴ്സ് വേണം. ഈ രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യണം. ഇതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ അങ്ങോട്ട് വരുന്ന വീഡിയോയിൽ പഠിക്കും. നിങ്ങൾ തൽക്കാലം ഈ ഡെഫിനേഷൻ എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ഫസ്റ്റ് വൺ, റീഡ് ടു നമ്പേഴ്സ് ആൻഡ് സ്റ്റോർ ഇൻ എ ആൻഡ് ബി. രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്ത് ഒരെണ്ണം എയിലും അടുത്തത് ബിയിലും സേവ് ചെയ്ത് വെക്കുക. സെക്കൻഡ് വൺ, ആഡ് എ ആൻഡ് ബി, store the result in S. എയും ബിയും ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് എസിൽ സ്റ്റോർ ചെയ്യുക. ദെൻ തേർഡ് വൺ, പ്രിന്റ് എസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ എസ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യുക, റീഡ് ചെയ്ത നമ്പറിനെ എയിലും ബിയിലും സ്റ്റോർ ചെയ്യുക, ആ സ്റ്റോറി എയിലും ബിയിലും ഉള്ള വാല്യൂസിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എസ്സിൽ സ്റ്റോർ ചെയ്യുക, എസ്സിലുള്ള റിസൾട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. ഈ മൂന്ന് സ്റ്റെപ്സാണ് രണ്ട് നമ്പറിൻ്റെ സം കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ഇവിടെ നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, റീഡ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പർ റീഡ് ചെയ്തു, എയിലും ബിയിലും സ്റ്റോർ ചെയ്തു, എയും ബി ആഡ് ചെയ്തു, അത് എസ്സിൽ സ്റ്റോർ ചെയ്തു, എസ്സിലുള്ള റിസൾട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സ്, ഇപ്പോൾ നമുക്കിപ്പോൾ എ എന്ന് പറയുന്നൊരു സ്പേസ് നമുക്കിവിടെ ഉണ്ടെന്ന് വെക്കുക, ബി എന്ന് പറയുന്ന സ്പേസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യും, എസ് എന്ന് പറയുന്നൊരു സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ assume that I am entering the numbers 1 and 2. So obviously S will be having the sum 3. ഈ കേസിൽ ഇവിടെ the first one, read two numbers and store in A and B എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഇറ്റ്സ് ആൻ ഇൻസ്ട്രക്ഷൻ. രണ്ടാമത്തത് add A and B and store the result in S എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ. ദെൻ പ്രിന്റ് എസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ. അതായത് കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമാൻഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡിന് പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടെ there is having three instructions. കിട്ടിയല്ലോ, there is having three instructions. ഇനി ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത് കൊണ്ട് ഇതിന് നമുക്ക് എന്ത് പറയാം, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ arranged in a particular sequence. അതിൽ ഞാൻ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഇവിടെ
നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ റീഡ് 2 നമ്പേഴ്സ് സ്റ്റോർ ഇൻ എ ആൻഡ് ബി എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, ഇത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ, ഇത് തേർഡ് ഇൻസ്ട്രക്ഷൻ. ഈ ഇൻസ്ട്രക്ഷനെ ഞാൻ മറ്റൊരു സീക്വൻസിൽ എഴുതുകയെന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 3, 2, 1 ഈ സീക്വൻസിൽ ഈ ഇൻസ്ട്രക്ഷനെ ഞാൻ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും? പ്രിന്റ് യെസ് അല്ലേ? ഇത് തേർഡ് ഫസ്റ്റ് പൊസിഷനിൽ വരും. അപ്പോൾ എന്ത് വരും? പ്രിന്റ് യെസ് ആയിരിക്കും ഫസ്റ്റ്. തേർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിൽ വരും, സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടെ വരും, ഈ ഫസ്റ്റ് എന്നുള്ളത് തേർഡ് പൊസിഷനിൽ വരും. ഇൻസ്ട്രക്ഷൻ, ഈ 3 ഇൻസ്ട്രക്ഷൻ നമ്മൾ ഈ സീക്വൻസിൽ വർക്ക് ചെയ്ത് നമുക്ക് ഒരു 1ഉം 2ഉം കൊടുത്ത് നമുക്ക് 3 നമ്മൾ ഔട്ട്പുട്ട് കിട്ടിയത് കണ്ടു. ഇനി നമ്മൾ ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈ സീക്വൻസിലാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ സീക്വൻസിലാകുമ്പോൾ ഫസ്റ്റ് എന്താ വരുന്നത്? പ്രിന്റ് യെസ്. അപ്പോൾ യെസ്സിനകത്ത് എന്തെങ്കിലും വാല്യൂസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ഒരു ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. സിസ്റ്റത്തിന് തോന്നിയ ഒരു വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എയിലും ബിയിലെയും ആഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എയിലും ബിയിലും വാല്യൂസ് ഒന്നുമില്ല, ഡിഫോൾട്ട് വാല്യൂസ് കൊണ്ടുവന്ന് ആഡ് ചെയ്യും. പിന്നെ മൂന്നാമതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 നമ്പർ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം ഇൻസ്ട്രക്ഷൻ ഈ സീക്വൻസിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സം ഓഫ് 2 നമ്പേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അറേഞ്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ സീക്വൻസ്. അപ്പോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മളൊരു പെർട്ടിക്കുലർ സീക്വൻസിൽ അറേഞ്ച് ചെയ്യണം. ദെൻ തേർഡ് വൺ, ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. പെർഫോം എ സ്പെസിഫിക് ടാസ്ക് എന്ന് പറയാൻ നമ്മളിപ്പോൾ ഇത് എഴുതുമ്പോൾ ഇവിടെ ഇപ്പോൾ ആഡ് എ ആൻഡ് ബി, ആഡ് എ ആൻഡ് ബി എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ നമുക്ക് A+B എന്ന് കൊടുക്കാം. ഈ A+B എന്ന് ഞാൻ കൊടുക്കുന്നതിന് പകരം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് പ്ലസ് സൈൻ, ഇഫ് സപ്പോസ് ബൈ മിസ്റ്റേക്ക് അസ്യൂം ദാറ്റ് ഐ ആം എൻറ്ററിംഗ് ദിസ് ആസ്ട്രിക് സിമ്പിൾ, അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഞാൻ ആഡ് A+B എന്ന് കൊടുക്കുന്നതിന് പകരം A×B എന്നാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോഴും കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം കമ്പൈലേഷനൊക്കെ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ നമ്മൾ എഴുതിയാലും കമ്പ്യൂട്ടർ എററൊന്നും കാണിക്കത്തില്ല. പക്ഷെ നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 2ഉം 3ഉം എക്കും ബിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന 5 കിട്ടത്തില്ല, 6 കിട്ടത്തുള്ളൂ. ബിക്കോസ് ഈ സിമ്പിൾ ഇവിടെ മാറിപ്പോയി. അപ്പോൾ നമ്മൾ സം ഓഫ് 2 നമ്പേഴ്സ് കാണാൻ വേണ്ടിയുള്ള പ്രോഗ്രാം എഴുതിയാൽ, ഇഫ് യു ആർ റൈറ്റിംഗ് എ പ്രോഗ്രാം ഫോർ ഫൈൻഡിങ് സം ഓഫ് 2 നമ്പേഴ്സ്, then while running that particular program it must give the sum of 2 numbers. അങ്ങനെ തരുവാണെങ്കിൽ we can say that it's performing the specific task. അതിന് ഏത് ടാസ്കിന് വേണ്ടിയാണോ പ്രോഗ്രാം എഴുതിയത് ആ ടാസ്ക് ആ പ്രോഗ്രാം പെർഫോം ചെയ്യുന്നു നമുക്ക് പറയാം. അപ്പോൾ ഈ കേസിൽ ഇവിടെ ഈ സിമ്പിൾ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സം ഓഫ് 2 നമ്പേഴ്സിന് പകരം നമുക്ക് കിട്ടുന്നത് പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് പറയും? സ്പെസിഫിക് ടാസ്ക് അല്ല അത് പെർഫോം ചെയ്യുന്നതെന്ന് അർത്ഥം. അതായത് എന്തുദ്ദേശത്തോടു കൂടിയാണ് നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നത് ആ പ്രോഗ്രാം ആ ഉദ്ദേശം തന്നെ ആയിരിക്കണം ചെയ്യുന്നത്. ഇപ്പോൾ സം ഓഫ് 2 നമ്പേഴ്സ് കാണാൻ വേണ്ടിയുള്ള കോഡ് സം ഓഫ് 2 നമ്പേഴ്സ് തന്നെ കാണണം, അല്ലെന്നുണ്ടെങ്കിൽ അത് എററാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറേഞ്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ സീക്വൻസ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് വിത്തിൻ എ സ്പെസിഫിക് ടൈം. അതായത് വിത്തിൻ എ സ്പെസിഫിക് ടൈം എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ അതിന് ഇത്ര ടൈമിനുള്ളിൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമുക്കൊരു ധാരണയുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ സം ഓഫ് 2 നമ്പേഴ്സ് കാണാൻ വേണ്ടി നമ്മളൊരു പ്രോഗ്രാം എഴുതിയിട്ട് ആ പ്രോഗ്രാമിന് ഇന്ന് രാവിലെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പ്രോഗ്രാമിങ്ങിന് പോകുമോ? ഇല്ല. അപ്പോൾ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കണം. അതാണ് നല്ല പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ടൊക്കെ നമ്മൾ വീണ്ടും അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ എഫിഷ്യൻസി അതൊക്കെ നമ്മൾ വീണ്ടും ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പ്രോഗ്രാം മീൻസ്, ഐ റിപ്പീറ്റ്, പ്രോഗ്രാം മീൻസ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറേഞ്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ സീക്വൻസ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് വിത്തിൻ എ സ്പെസിഫിക് ടൈം. ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പ്രോഗ്രാം ചെയ്ത് തന്നെ പഠിക്കണം. പ്രോഗ്രാം ചെയ്ത് തന്നെ ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾ ഈ സി കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യണം. സി വർക്ക് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മൊബൈലിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അതുപോലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സി കമ്പൈലർ ഫോർ ആൻഡ്രോയിഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി.
സി കമ്പൈലർ ഫോർ ആൻഡ്രോയിഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് വന്ന കോഡിംഗ് സി എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ മൊബൈലിൽ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാത്തത്. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ അത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതൊക്കെ ഇതുപോലെ കോഡ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ കോഡ് നമ്മൾ പഠിച്ചതിന് ശേഷം ഈ കോഡ് ഇവിടെ ചെയ്ത് ചെയ്യുക. ഇത് നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യാനായിട്ടാണെങ്കിൽ, ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ചെയ്യാനായിട്ടാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക്, ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു പ്രോഗ്രാം എഴുതി നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം ഞാൻ ആദ്യം കോഡ് എഴുതാം. നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, അത് ജസ്റ്റ് ഒരു പടമായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്തു. ഒരു പടമായിട്ട് നിങ്ങൾ കണ്ടുവെക്കുക. അതിനുശേഷം അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായി ആ പടം വരയ്ക്കാം. ഓക്കെ. സോ നമുക്കിനി ഞാനിപ്പോൾ ഇത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെങ്ങനെ, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ ഫസ്റ്റ് ഈ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ, ഇതിന് നമ്മൾ ഹാഷ് സിമ്പിൾ അല്ലെങ്കിൽ പൗണ്ട് സിമ്പിൾ എന്ന് പറയും. അതിൽ ഇനി നമ്മുടെ മനസ്സിൽ തോന്നാം, വൈ വി ആർ യൂസിങ് ദിസ് പെർട്ടിക്കുലർ സിമ്പിൾ, എന്തുകൊണ്ട് ഈ സിമ്പിൾ തന്നെ യൂസ് ചെയ്യുന്നു. അതായത് ഈ സിമ്പിളിന് പകരം ഞാൻ ഈ ആസ്ട്രിക് സിമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂ അല്ലേ? So, if I am using an asterisk symbol instead of this hash symbol, it will not work successfully. That means this particular hash symbol is conveying certain message to the system, certain message to the compiler. Compiler ഒന്നും ഇപ്പോൾ പറയുന്നില്ല, certain message to the system. അതായത് ഈ സിമ്പിൾ എന്തോ ഒരു മെസ്സേജ് സിസ്റ്റത്തിന് കൊടുക്കുന്നുണ്ടോ, കറക്റ്റ് കൊടുക്കുന്ന കമ്പൈലറിനാണ്, എന്തോ ഒരു മെസ്സേജ് സിസ്റ്റത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മെസ്സേജ് ഈ സിമ്പിളിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ സിമ്പിൾ തന്നെ ഇട്ടാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെസ്സേജ് വിച്ച് ദിസ് പെർട്ടിക്കുലർ സിമ്പിൾ ഈസ് കൺവേയിങ് ടു ദി സിസ്റ്റം. അതായത് ഈ പെർട്ടിക്കുലർ സിമ്പിൾ കാണുമ്പോൾ സിസ്റ്റത്തിന് മനസ്സിലാവും, ബൈ സീയിങ് ദിസ് പെർട്ടിക്കുലർ സിമ്പിൾ സിസ്റ്റം നോസ് ദാറ്റ് ദ ലൈൻ വിച്ച് ഫോളോസ് ദിസ് പെർട്ടിക്കുലർ സിമ്പിൾ ഈസ് എ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ്. അതായത് ഈ സിമ്പിൾ കാണുമ്പോൾ സിസ്റ്റത്തിന് മനസ്സിലാവും ഈ സിമ്പിളിന് ഫോളോ ചെയ്തു വരുന്ന ലൈൻ എന്ന് പറയുന്നത് ഒരു പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് ആണ് എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, വാട്ട് ഡു യു മീൻ ബൈ പ്രീ പ്രൊസസ്സർ? ഫോർ ദി ടൈം ബീയിങ് യു ജസ്റ്റ് അസ്യൂം ദാറ്റ് പ്രീ പ്രോസസ്സിംഗ് ഈസ് സംതിങ് വിച്ച് ടേക്സ് പ്ലേസ് ബിഫോർ പ്രോസസ്സിംഗ് സ്റ്റാർട്ട്സ്. അങ്ങനെ നിങ്ങളൊന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യും. നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിൽ എന്താണ് പ്രീ പ്രോസസ്സിംഗ് എന്ന് വിശദമായിട്ട് പറയും. ഓക്കെ. സോ പ്രോസസ്സിംഗ് എന്ന്, അതായത് പ്രോസസ്സിംഗ് നടക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് പറയുന്നത് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ലൈൻ വിച്ച് ഫോളോസ് ദിസ് പെർട്ടിക്കുലർ സിമ്പിൾ ഈസ് എ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ്. അപ്പോൾ എന്താണ് പ്രോസസ്സിംഗ് എന്താണെന്ന് അറിയണമല്ലോ. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം, ഇതിപ്പം നമ്മൾ ഈ ചെയ്യുന്ന കോഡ് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനെ പ്രോഗ്രാം എന്ന് പറയും. ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇത് പ്രോഗ്രാം എന്ന് പറയുന്ന സ്റ്റാറ്റസിൽ നിന്ന് പ്രോസസ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലോട്ട് മാറും. അതായത് റൺ ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോഗ്രാമെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോസസ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നതിന് പറയുന്നതാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എക്സാമ്പിൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ അതിന് ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴാണ് അതിന് എന്ത് പറയുന്നത്, പ്രോസസ്. ഓക്കെ. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എക്സിക്യൂട്ടിംഗ് ദിസ് പ്രോഗ്രാം. ഇനി പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദി ടൈം ബി യു ജസ്റ്റ് അസ്യൂം ദാറ്റ് സംതിങ് വിച്ച് ടേക്സ് പ്ലേസ് ബിഫോർ പ്രോസസ്സിംഗ് സ്റ്റാർട്ട്സ്. അപ്പോൾ പ്രീ പ്രോസസ്സറിനെ ഡിറക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണെന്ത്, ഈ സിമ്പിൾ. അപ്പോൾ ഈ സിമ്പിൾ കാണുമ്പോൾ സിസ്റ്റത്തിന് എന്ത് മനസ്സിലാവും, ദ ലൈൻ വിച്ച് ഫോളോസ് ദിസ് പെർട്ടിക്കുലർ സിമ്പിൾ ഈസ് എ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ്. അപ്പോൾ പ്രീ പ്രൊസസ്സറിനെ അത് എങ്ങോട്ടാണ് ഡിറക്റ്റ് ചെയ്യുന്നത്, ഇറ്റ്സ് ഡിറക്റ്റിംഗ് ദ പ്രീ പ്രൊസസ്സർ ടു ഇൻക്ലൂഡ് stdio.h along with this program. അതായത് stdio.h എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയലിനെ ഈ പ്രോഗ്രാമിൻ്റെ കൂടെ ആഡ് ചെയ്യാനാണ് നമ്മളിവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഞാനത് ആഡ് ചെയ്യുന്നത്? അപ്പോൾ അതിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷീൻ. നമ്മൾ ഈ ഫാനും ലൈറ്റും എന്നൊക്കെ പറയുന്നത് പോലെ കമ്പ്യൂട്ടർ ഈസ് ഓൾസോ എ മെഷീൻ. അപ്പോൾ അതിന് സ്വന്തമായി ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ
നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുവാണെങ്കിൽ ഒന്നുകിൽ അവിടെ നമുക്ക് ഒരു ഇൻപുട്ട് ഓപ്പറേഷൻ കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഓപ്പറേഷൻ കാണും. സംടൈംസ് ദേ മേ ഹാവ് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ഈ 3 കേസ് എല്ലാം നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോകുന്നില്ല. അപ്പോൾ ഒരു പ്രോഗ്രാം എഴുതണമെങ്കിൽ അതിനകത്ത് ഇൻപുട്ട് ഓപ്പറേഷൻ, ഔട്ട്പുട്ട് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. അപ്പോൾ ഇത് ഏതായാലും ഒരു ഇൻപുട്ട് എങ്ങനെ റീഡ് ചെയ്യണമെന്നുള്ളത് കമ്പ്യൂട്ടറിന് അറിയത്തില്ല, ഒരു ഔട്ട്പുട്ട് എങ്ങനെ പ്രിന്റ് ചെയ്യണമെന്നുള്ളത് കമ്പ്യൂട്ടറിന് അറിയത്തില്ല. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ എങ്ങനെ ഇൻപുട്ട് റീഡ് ചെയ്യണം, എങ്ങനെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ടറിന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ അതിനുള്ള കോഡ് എഴുതണം. അല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ടുന്നതായതുകൊണ്ട് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള കമാൻഡ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അതിനൊരു ലൈബ്രറി കാണും. അപ്പോൾ ഈ ലൈബ്രറിയിൽ ഇതുപോലെയുള്ള കുറേ ഫോൾഡേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള കോഡ് നമ്മൾ ഓൾറെഡി സിയുടെ ലൈബ്രറിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിയുടെ ലൈബ്രറിയിൽ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാക്കേജസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെഡർ ഫയൽസ് ഉണ്ട്. ഹെഡർ ഫയൽ ആയതുകൊണ്ടാണ് .h എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരെണ്ണമാണ് ഫോർ എക്സാമ്പിൾ ദർ ഇസ് ഹാവിങ് എ ഹെഡർ ഫയൽ വിച്ച് ഈസ് നോൺ ആസ് math.h എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക് ഓപ്പറേഷൻ, നമുക്ക് സൈൻ, കോസ്, സ്ക്വയർ റൂട്ട്, ഇത് പവർ ഫംഗ്ഷൻ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഹെഡർ ഫയലാണ് math.h. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹെഡർ ഫയലാണ് stdio.h. ഇതുപോലെ n നമ്പർ ഓഫ് ലൈബ്രറീസ് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഉണ്ട്. അതുപോലെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേണ്ടിയുള്ള ഒരു ഹെഡർ ഫയലാണ് stdio.h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയൽ. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ഈ സിയിൽ നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ എയിം എന്താ, ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെ ആയിരിക്കും, ഹായ് എന്ന് മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഈ ഹായ് എന്നുള്ള ഒരു വേർഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോഡ് എഴുതിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഈ ഹായ് എന്ന് പറയുന്ന കോഡ് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ printf എന്ന് പറയുന്ന ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് printf. ഈ printf നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ printf വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയൽ വേണം. കാരണം ഈ printf എന്താണെന്നും എങ്ങനെ പ്രിന്റ് ചെയ്യണമെന്നും എങ്ങനെ ഔട്ട്പുട്ട് മോണിറ്ററിൽ വരണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയലിനകത്ത്. അപ്പോൾ ഈ ഹെഡർ ഫയൽ കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ കമാൻഡ് കൊടുക്കുന്നത്. ഈ ഒരു ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ നമ്മൾ കൂടുതൽ ഇതെങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ ഒന്ന് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന ആ സെയിം കോഡാണ് ഇവിടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഡിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി തരാനാണ് ഞാൻ ചെയ്തത്. ഇവിടെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എത്ര ലൈൻ ഉണ്ട്, അതായത് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, മനസ്സിലായില്ലേ, 5 ലൈൻ ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ സ്ക്രീനിലെ റോസും കോളംസും നമുക്ക് ഇവിടെ നോക്കി അറിയാം. ഇതിപ്പോൾ 5th റോ ഫസ്റ്റ് കോളമിലാണ് കൺട്രോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇത് അതേ സമയത്ത് ഇവിടോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം 4th റോ 5th കോളത്തിൽ നിൽക്കുമോ കൺട്രോൾ. ഞാനിപ്പോൾ അത് പറയാനല്ല ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ വന്നത് ഇവിടെ ഇപ്പോൾ എത്ര കോളം ഉണ്ട്, 5 ലൈനേ നമുക്ക് ഈ പ്രോഗ്രാമിനകത്തുള്ളൂ. അത് താഴെ നോക്കി അറിയാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. 5 ലൈനേ നമുക്കുള്ളൂ, 5 ലൈൻ. അപ്പോൾ ഇനി ഞാനിവിടെ ഇതിപ്പോൾ കമ്പൈലേഷൻ ഒരു പ്രോസസ്സിങ് ചെയ്യുവാണ്, എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് ഈ ഹെഡർ ഫയലിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ ഞാനിപ്പോൾ കമ്പൈലേഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളിവിടെ നോക്കണം ലൈൻസ് കമ്പൈൽഡ്. ഇവിടെ കാണിക്കുന്ന ലൈൻസ് കമ്പൈൽഡ് എത്രയാണെന്ന് നോക്കണം. ലൈൻസ് കമ്പൈൽഡ് എന്ന് പറയുന്നത് എത്ര കാണിക്കുന്നത്, 312, 312 ലൈൻസാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ യഥാർത്ഥത്തിൽ എത്ര ലൈനുണ്ട്, 5 ലൈനേ ഉള്ളൂ. ഇനി ഞാനിവിടെ ഒരു ചെറിയ ചേഞ്ച് വരുത്തുവാണ്. ഇതിന് ഈ ഒരു ലൈൻ ഞാനും കളയുവാണ്. ആ ഒരു ലൈൻ നമ്മൾ കളയുമ്പോൾ നമുക്ക് അതിനകത്ത് എറേഴ്സ് വരും, അത് നിങ്ങൾ നോക്കണ്ട. ഞാനിപ്പോൾ ഈ ഒരു ലൈൻ അങ്ങ് റിമൂവ് ചെയ്യുവാണ്. ഇപ്പോൾ നമുക്ക് അന്നേരം എത്ര ലൈനുണ്ട്, 4 ലൈൻ അല്ലേ. ഇനി ഇതേ സെയിം പ്രോഗ്രാം ഞാനൊന്ന് കമ്പൈൽ ചെയ്യുവാണ്. കമ്പൈൽ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ലൈൻസ് കമ്പൈൽഡ് എന്ന് പറയുന്നത് എത്ര കാണിക്കുന്നത്, 4 ലൈൻസ്.
ഞാനിവിടെ നിങ്ങൾ നേരത്തെ കണ്ടു, ഞാനിവിടെ വേറെ മറ്റു മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഇതിനകത്ത് ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇതിനകത്ത് വീണ്ടും ഒരു ലൈനും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുവാണ്. ഇവിടെ ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഈ ഒരൊറ്റ ലൈൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുക. ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ലൈൻസ് കമ്പയർഡ് നിങ്ങൾ നോക്കിയാൽ വീണ്ടും 312 ലൈനായി. അപ്പോൾ നമ്മൾ നേരത്തെ സിസ്റ്റത്തിൽ ചെയ്തപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ലൈൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാതെ ചെയ്തപ്പോൾ, അതായത് 1 2 3 4 ഈ 4 ലൈൻസ് മാത്രം നമ്മളിട്ട് പ്രോഗ്രാം ചെയ്തപ്പോൾ ലൈൻസ് കമ്പയർഡ് 4. നമ്മൾ ഈ അഞ്ചാമത് ഈ ഒരു ലൈനും കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അത് എത്രയായി? 312 ലൈൻസ്, 312 ലൈനായിട്ട് കാണിച്ചു ലൈൻസ് കമ്പയർഡ്. അപ്പോൾ ബാക്കി ഇത്രയും 308 ലൈൻ എവിടുന്ന് വന്നു? അതാണ് ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയലിൽ നിന്ന് വന്നതാണ് ആ അത്രയും ലൈൻസ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമാൻഡ് എന്തിനാണ്? ഒന്നുകൂടെ പറയാം. By seeing this particular symbol, system knows that the line which follows this particular symbol is a preprocessor directive. So it's directing the preprocessor to include the standard input output dot header file along with this program. ഈ പ്രോഗ്രാമിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയൽ ആഡ് ചെയ്യാനുള്ള കമൻ്റാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഒരു സംശയം വരാം, എന്തിനാണ് ഈ ആംഗിൾ ബ്രാക്കറ്റ്സ് ഇവിടെ ഇടുന്നത്? മനസ്സിലാകുന്നുണ്ടല്ലോ. ആംഗിൾ ബ്രാക്കറ്റ്സ് നമ്മൾ എന്തിനാണ് ഇടുന്നത്? ആംഗിൾ ബ്രാക്കറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ദ ലൈബ്രറി ഓഫ് സിയുടെ ലൈബ്രറി. അതായത് ഈ സിമ്പിൾ കാണുമ്പോൾ സിസ്റ്റത്തിന് മനസ്സിലാവും the line which follows the symbol is a preprocessor directive and it's directing the preprocessor to include the standard input output dot header file. അതായത് fetch the standard input output dot header file from the library of C and include it along with this program. സിയുടെ ലൈബ്രറിയിൽ പോയി സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയലിനെ ഈ പ്രോഗ്രാമിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് നമ്മൾ ഈ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുവരും? ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റത്തിന് ഇൻപുട്ട് എങ്ങനെ ചെയ്യണം, ഔട്ട്പുട്ട് എങ്ങനെ ചെയ്യണം, ഈ വക കാര്യങ്ങൾ സിസ്റ്റത്തിന് മനസ്സിലാവും. രണ്ടാമത് ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 312 ലൈൻ വരുന്ന കോഡ് അത് നമുക്ക് എഴുതി കൊടുക്കാം. ഇപ്പോൾ ആരെങ്കിലും പറയാണ് സാർ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഇൻക്ലൂഡ് ദിസ് പെർട്ടിക്കുലർ ഹെഡർ ഫയൽ. യെസ് യു ക്യാൻ, ബട്ട് എന്ത് വേണം? ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ചെയ്യുന്നതിൻ്റെ കോഡെല്ലാം നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും വേണ്ടി ലൈബ്രറിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തനിയെ കമാൻഡ്സ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും എളുപ്പ വഴി എന്ത് ചെയ്യുക? ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈബ്രറിയിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് ഈ ഫസ്റ്റ് ലൈൻ, ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഇതുപോലെ ഒരുപാട് ഹെഡർ ഫയൽസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ പ്രോസസ്സ് വഴി ഇൻക്ലൂഡ് ചെയ്യാം. ഹെഡർ ഫയൽസിനെ കുറിച്ച് മറ്റൊരു ക്ലാസ് ഞാൻ എടുക്കും. ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ പ്രോഗ്രാം അറിയാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി എന്തൊക്കെ ഹെഡർ ഫയൽസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെഡർ ഫയൽസ്, ഹൗ ക്യാൻ ബി ക്രിയേറ്റ് അവർ ഓൺ ഹെഡർ ഫയൽസ്, ഇതൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ലൈനിലോട്ട് വരാം. ദെൻ നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷൻ. രണ്ടാമത്തെ ലൈൻ മെയിൻ ഫംഗ്ഷൻ അതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമുക്ക് വലിയൊരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പ്രോജക്റ്റിനെ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ചെയ്യാമെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ അതിനകത്ത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, അങ്ങനെ പല സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അപ്പോൾ CS, IT, EC, സിവിൽ എന്ന് പറഞ്ഞ് ഇത്രയും 4 ബ്രാഞ്ചസ് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു പ്രോജക്റ്റ് ആണെങ്കിൽ അതിനകത്തിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ IT ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഇനി അതുപോലെ ഓഫീസ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഈ CSE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതിനെ നമ്മളൊരു മോഡ്യൂളായിട്ട് അങ്ങ് മാറ്റും. അത് ഒരു മോഡ്യൂളായിട്ട് എടുക്കും. IT നമ്മൾ മറ്റൊരു മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്യും. സിവിലിനെ നമ്മൾ മറ്റൊരു മോഡ്യൂളാക്കും. ഓഫീസിനെ മറ്റൊരു മോഡ്യൂളാക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ സി പ്രോഗ്രാം ആണെങ്കിൽ ഇതുപോലെ കൊച്ചു കൊച്ചു മോഡ്യൂളായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്രത്യേകത, അതിനകത്ത് നമുക്ക് സി പ്രോഗ്രാമിങ്ങിനകത്ത് എത്ര മോഡ്യൂൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. യു ക്യാൻ ഇൻക്ലൂഡ് n നമ്പർ ഓഫ് മോഡ്യൂൾസ് ഇൻ എ പെർട്ടിക്കുലർ പ്രോഗ്രാം. ദർ ഈസ് നോ ലിമിറ്റ് ഫോർ മാക്സിമം നമ്പർ ഓഫ് മോഡ്യൂൾസ്. പക്ഷേ മിനിമം ഒരു മോഡ്യൂൾ ഉണ്ടായിരിക്കണം.
അതായത് മാക്സിമം നമ്പർ ഓഫ് മോഡ്യൂൾസിന് ലിമിറ്റ് ഇല്ല, n നമ്പർ ഓഫ് മോഡ്യൂൾസ് നമുക്ക് ആഡ് ചെയ്യാം. മിനിമം എന്ന് പറയുന്നത് മിനിമം ഒരു മോഡ്യൂളെങ്കിലും പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ കാരണം നമ്മൾ ഈ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ സിസ്റ്റം ചെക്ക് ചെയ്യുന്നത് മെയിൻ എവിടെയെന്നായിരിക്കും. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ C++, അല്ലെങ്കിൽ ജാവ ആയിക്കോട്ടെ, പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ, അപ്പോൾ C പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും മെയിനിലായിരിക്കും. അപ്പോൾ നമ്മൾ മെയിൻ, ഇപ്പോൾ ഞാൻ പറയുവാണ്, ഇപ്പം മെയിനിന് പകരം ഞാൻ മാൻ എന്ന് കൊടുക്കുവാണ്, നോക്കുക. ഈ പ്രോഗ്രാമിൽ എറർ ഉണ്ടോ? എറർ ഒന്നുമില്ല. കാരണം ഇത് കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് എറർ ഒന്നും കാണിക്കത്തില്ല. പക്ഷേ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അൺഡിഫൈൻഡ് മോഡ്യൂൾ മെയിൻ എന്ന് കാണും, മെയിൻ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എറർ നമുക്ക് വരും. കാരണം എന്താ, ഈ ഒരു പ്രോഗ്രാം C പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് നോക്കുന്നത് മെയിൻ എവിടെയാണെന്നാണ് നോക്കുന്നത്. കാരണം മെയിനിൽ നിന്നാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മെയിൻ എന്ന് പറഞ്ഞ് ഈ പേര് മെയിൻ എന്ന് തന്നെ കൊടുക്കണം. കാരണം എന്താ, നമ്മളിവിടെ ഇപ്പോൾ ഒരു മോഡ്യൂളേ ഉള്ളൂ. മൾട്ടിപ്പിൾ മോഡ്യൂൾസ് എന്ന പ്രോഗ്രാം നമ്മളിനി പഠിക്കും. ഇപ്പോൾ നമ്മൾ തുടക്കമായതുകൊണ്ട് എന്തേ പഠിക്കുന്നുള്ളൂ, ഒരു മോഡ്യൂളേ ഉള്ളൂ. ഏതാണ്? മെയിൻ. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ഞാൻ ഇനി ഒരു ക്ലാസ്സിൽ എടുക്കും, മനസ്സിലാവില്ലേ? തൽക്കാലം നമുക്ക് പറയാം, ഫംഗ്ഷൻ ഇസ് എ നെയിം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ക്യാൻ പെർഫോം കമ്പ്യൂട്ടേഷൻ. അപ്പോൾ മെയിൻ എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ. അപ്പോൾ ഇത് മെയിൻ എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ഓപ്പൺ ബ്രേസും ക്ലോസ് ബ്രേസും ഇടുന്നത്. തൽക്കാലം മനസ്സിലാക്കുക, അതിനൊക്കെ സിൻടാക്സ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നെങ്കിൽ അത് കൊടുക്കാനുള്ള പ്ലേസ് ആണത്. അതൊക്കെ നമ്മൾ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കും. ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് തുടക്കാവുന്ന നിലയിൽ നമുക്ക് എങ്ങനെ ഒരു പ്രിന്റ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ മെയിൻ എന്ന് നമ്മൾ പറഞ്ഞു, മെയിൻ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ തുടക്കം, ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് പോർഷനാണ് ഒരു ഫംഗ്ഷൻ്റെ ബോഡി എന്ന് പറയുന്നത്. അതായത് മെയിൻ ഫംഗ്ഷൻ എന്താണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് ഫംഗ്ഷൻ്റെ ബോഡി. അപ്പോൾ ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ബോഡി തുടങ്ങുന്നത് ഈ ഫ്ലവർ ബ്രേസസിൽ നിന്നായിരിക്കും. അതിനുശേഷം അതിൻ്റെ ബോഡി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ ബ്രേസസ് കാണിക്കുന്നത് ഈ ഫംഗ്ഷൻ്റെ എൻഡാണ്. അതായത് ഫംഗ്ഷൻ്റെ ബോഡി ഇവിടെ തുടങ്ങുന്നു, ഫംഗ്ഷൻ്റെ ബോഡി ഇവിടെ തീരുന്നു. ഈ ഓപ്പൺ ബ്രേസസിനും ക്ലോസ് ബ്രേസസിനും ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ മെയിൻ ഫംഗ്ഷൻ, ഓപ്പൺ ബ്രേസസ്, ക്ലോസ് ബ്രേസസ്, നമ്മൾ അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്തു, മെയിൻ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇനി നമുക്ക് മെയിൻ എന്ന് പറഞ്ഞ് ഞാനത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി നേരത്തെ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയലിനകത്ത് ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ പേരാണ് printf ഫംഗ്ഷൻ. ഇത് ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മളെന്ത് ഇതുപോലെ തന്നെ ഈ രണ്ട് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ എന്ന് പറയുന്നത് ഫംഗ്ഷനാണ്, അതിനാണ് ഈ രണ്ട് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ printf ഫംഗ്ഷൻ്റെ പ്രത്യേകത, ഈ printf ഫംഗ്ഷനകത്ത് ഈ രണ്ട് ബ്രേസസിനകത്ത്, അതായത് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുത്താലും അതുപോലെ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യും. ഞാനിപ്പോൾ ഹായ് എന്ന് കൊടുത്താൽ അതുപോലെ പ്രിന്റ് ചെയ്യും, വെൽക്കം എന്ന് കൊടുത്താൽ അതുപോലെ പ്രിന്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ printfനകത്ത് ഞാനിപ്പോൾ ഡബിൾ കോട്ട്സിനകത്ത് ഹായ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ പ്രിന്റ് ചെയ്യും. ദെൻ സെമി കോളൻ നമ്മൾ ഇവിടെ ഇടുന്നതിൻ്റെ കാരണം, ഇൻ ദ കേസ് ഓഫ് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് എൻഡ് വിത്ത് സെമികോളൻ. അപ്പോൾ നമുക്ക് ചോദിക്കും ഒരു സംശയം, ഇവിടെ ഞാൻ എന്താ സെമികോളൻ ഇടാഞ്ഞത്? അവിടെ നമ്മൾ സെമികോളൻ ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമ്മൾ സെമികോളൻ ഇട്ട് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും, ഈ മെയിൻ്റെ ഈ ബോഡിയെ പിന്നെ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ, അതായത് മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണെന്ന് പറഞ്ഞു, ആ ഫംഗ്ഷൻ നമ്മൾ തുടങ്ങുന്ന, അതിൻ്റെ ബോഡി തുടങ്ങുന്നത് ഇവിടാണ്, അവസാനിക്കുന്നത് ഇവിടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാത്തത്, സെമികോളൻ ഇടാത്തത്. ഈ printf എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ബോഡി ഇവിടെ അല്ല ഉള്ളത്. printf എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ കോൾ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സെമികോളൻ നമ്മൾ ഇടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ബോഡി ഇവിടെ ഡിഫൈൻ ചെയ്യുക നമ്മൾ. printf എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ബോഡി ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഓൾറെഡി ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ നമ്മളിവിടെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഫംഗ്ഷന് പല സ്റ്റേജ് ഉണ്ട്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോളിംഗ്. ഇപ്പോൾ രണ്ട് സ്റ്റേജ് തൽക്കാലം പറഞ്ഞിരുന്നാൽ മതി.
ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോളിംഗ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ ബോഡി എന്ത് ചെയ്യണം, അതായത് ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് ഫംഗ്ഷൻ്റെ ബോഡി. ഇവിടെ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ബോഡിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പ്രിന്റ്എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ബോഡി ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ആ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷനെ നമ്മളിവിടെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇത് രണ്ട് കേസാണ്. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെഫിനിഷനും പ്രിന്റ്എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഇവിടെ സെമി കോളൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിയുടെ കേസിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റും എൻഡ് ചെയ്യുന്ന സെമി കോളൻ ആയിരിക്കണം. അത് നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന പ്രോഗ്രാമുകൾ ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ അന്നേരം പഠിച്ചു പോകും. തൽക്കാലം നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. നമുക്കിപ്പം ഇനി ഒരു സിമ്പിളായിട്ട് ഇതൊന്ന് പറഞ്ഞുതരാം. ഇനി ഞാൻ ഇവിടെ എഴുതിയിട്ട് ഇപ്പം അയച്ച അത് സെയിം കോഡ് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഒന്നിച്ച് മനസ്സിലാക്കി എഴുതി പോവാം. ഫസ്റ്റ് നമ്മൾ എന്ത് വേണം, നമ്മുടെ എയിം എന്താണെന്ന് നോക്കുക. നമ്മുടെ എയിം എന്താണെന്ന് നോക്കുക. എയിം എന്താണ്? ടു പ്രിന്റ് ഹായ്. നമ്മുടെ എയിം എന്ന് പറയുന്നത് പ്രിന്റ് ഹായ്. ഹായ് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്ത് കാണണം മോണിറ്ററിൽ. അതാണ് നമ്മുടെ എയിം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഹായ് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യുക. അതെന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? അവിടെ എന്താണ് ചെയ്യേണ്ടത്? അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഔട്ട്പുട്ട് ഓപ്പറേഷനാണ് അവിടെ നടക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, സി പ്രോഗ്രാമിനകത്ത് എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഔട്ട്പുട്ട് ഓപ്പറേഷൻ, അതായത് നമുക്കറിയാം ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു വേർഡ് എന്തെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ സി പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്കൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനാണ് പ്രിന്റ്എഫ് ഫംഗ്ഷൻ. അപ്പോൾ ഈ പ്രിന്റ്എഫ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? പ്രിന്റ്എഫ് ഫംഗ്ഷൻ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ആ പ്രിന്റ്എഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഏത് ഹെഡർ ഫയലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയൽ. അത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? യൂസിങ് ഹാഷ് ഇൻക്ലൂഡ്. നമുക്ക് തുടങ്ങാം. അതിനാണ് നമുക്ക് ആദ്യം ഹാഷ് ഇട്ടത്. ഹാഷ് ഇൻക്ലൂഡ് stdio.h. Clear ആയല്ലോ? ഫസ്റ്റ് ലൈൻ. So by seeing the symbol, system knows that the line which follows the symbol is a preprocessor directive and is directing the preprocessor to include the standard input output dot header file along with this program. Then രണ്ടാമത് നമുക്കറിയാം, സി പ്രോഗ്രാമിനകത്ത് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് മിനിമം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. ആ ഫംഗ്ഷൻ്റെ പേര് മെയിൻ എന്നായിരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കാം? മെയിൻ എന്ന് കൊടുക്കാം. ഇനി ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, മെയിൻ എന്ന് പറയുന്നത് ഈസ് ഇറ്റ് എ യൂസർ ഡിഫൈൻഡ് ഓർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ? അതല്ലെങ്കിൽ ഫംഗ്ഷൻ പറയുന്ന സമയത്ത് നമുക്ക് പഠിക്കുക. മെയിൻ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ്സ് ബോഡി ഈസ് ഡിഫൈനിങ് ബൈ ദി യൂസർ. ഓക്കെ, സോ മെയിൻ ഫംഗ്ഷൻ, ഇത് നമ്മൾ എന്ത് ചെയ്യുക? മെയിൻ ഫംഗ്ഷൻ്റെ ബോഡി ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ മെയിൻ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് വേണം ചെയ്യേണ്ടത്? ഹായ് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും? ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അതേത് ഫംഗ്ഷനാണ്? പ്രിന്റ്എഫ് ഫംഗ്ഷൻ. പ്രിന്റ്എഫ് ഫംഗ്ഷൻ നമുക്ക് എന്താണ്? ഈ ഒരു സ്ട്രിങ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഹായ് എന്ന് പറയുന്നൊരു വേർഡാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? അത് നമ്മൾ ഡബിൾ കോട്ട്സിൽ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി, ഹായ്. എന്നിട്ട് ഈ മെയിൻ എന്ത് ചെയ്യുവാണ്? ഇവിടെ തീരുക. അപ്പോൾ അതിവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. ഇത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹായ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമായി. ഇനി നമ്മൾ അറിയേണ്ടത്, നമ്മൾ സിസ്റ്റത്തിനകത്ത് ഈ കോഡ് ടൈപ്പ് ചെയ്ത് ഞാൻ നേരത്തെ നിങ്ങളിത് കാണിച്ചത് കമ്പൈൽ എന്ന് പറയുന്നൊരു ബട്ടൺ ഞാൻ പ്രസ് ചെയ്ത് നിങ്ങൾ കണ്ടു. അപ്പോൾ എന്താണ് കമ്പൈലേഷൻ? കമ്പൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞെന്താ? ഇറ്റ്സ് എ മെഷീൻ അല്ലേ? എല്ലാ മെഷീനുകൾക്കും കോമൺ ആയിട്ട് അറിയാവുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഫാൻ എടുക്കുകയാണെങ്കിൽ അതൊരു മെഷീൻ, ഇല്ല നമ്മൾ വാട്ടർ പമ്പ് എടുക്കുകയാണെങ്കിൽ അതൊരു മെഷീൻ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതുപോലൊരു മെഷീൻ. അപ്പോൾ ഈ എല്ലാ മെഷീനിനും കോമൺ ആയിട്ട് അറിയാവുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ്. ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദർ ഈസ് ഹാവിങ് പൾസ്, ഇഫ് ദർ ഈസ് ഹാവിങ് സപ്ലൈ, അതിനെന്ത് പറയും? ഓൺ. ഇഫ് ദർ ഈസ് നോ സപ്ലൈ ഇറ്റ്സ് ഓഫ്. ഓണിനെ 1 എന്നും ഓഫിനെ 0 എന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. എല്ലാ മെഷീനിനും അറിയാവുന്നത് എന്തേ ഉള്ളൂ? 1 and 0. ലൈക്ക് വൈസ് ഈ കമ്പ്യൂട്ടറിനും അറിയാവുന്ന എന്തേ ഉള്ളൂ? ഓൺ ആൻഡ് ഓഫ്, 1 and 0 ബൈനറീസ് ഇതേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഹാഷ് ഇൻക്ലൂഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയാലും കമ്പ്യൂട്ടറിന് ഇതൊന്നും മനസ്സിലാവത്തില്ല. കമ്പ്യൂട്ടറിന് ബൈനറീസേ മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മറ്റൊരു ഭാഷയുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിന് ഈ ഹാഷ് ഇൻക്ലൂഡ് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ഫോർമാറ്റിലോട്ട് ഈ കോഡിന് നമ്മൾ കൺവേർട്ട് ചെയ്യണം.
ആ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോഗ്രാം, അല്ലെങ്കിൽ നമുക്ക് വേണം ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയാം, മറ്റൊരു പ്രോഗ്രാം ആണ് എന്ത്? കമ്പൈലർ. കമ്പൈലർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസ്ലേറ്റർ. കമ്പൈലർ. അപ്പോൾ നമ്മളിപ്പോൾ ഈ എഴുതിയിരിക്കുന്ന കോഡിനെ നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിനെന്ത് പറയാം? സോഴ്സ് കോഡ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സിൻടാക്സ് അനുസരിച്ച് നമ്മൾ എഴുതിയിരിക്കുന്ന സോഴ്സ് കോഡാണിത്. ഇപ്പം സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സിൻടാക്സ് യൂസ് ചെയ്ത് നമ്മൾ എഴുതിയിട്ടുള്ള സോഴ്സ് കോഡാണിത്. ഈ സോഴ്സ് കോഡ് ഡയറക്റ്റ് കമ്പ്യൂട്ടറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ കമ്പൈലറൊക്കെ നമ്മൾ ഇനി ഒരു ക്ലാസ്സിൽ വ്യക്തമായിട്ട് എടുക്കും. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ സോഴ്സ് കോഡ് ഡയറക്റ്റ് കമ്പ്യൂട്ടറിലോട്ട് കൊടുത്താൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സോഴ്സ് കോഡിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ത്? കമ്പൈലർ. അപ്പോൾ എന്ത് ചെയ്യും? ഈ സോഴ്സ് കോഡ് എന്ന് നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന സോഴ്സ് കോഡിനെ ഈ കമ്പൈലറിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുത്തു കഴിയുമ്പം കമ്പൈലർ എന്ത് ചെയ്യും? ഇതിനെ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഫോർമാറ്റിലോട്ട് മാറും. എന്നിട്ട് ഈ കോഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. So compiler എന്ന് പറഞ്ഞാൽ normally it's a translator. It translates from one form to another form. Either it may be from high level to low level, or in some cases it may convert from one high level to another high level. It's only a translator. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ സോഴ്സ് കോഡിനെ ഈ കമ്പൈലർ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് കമ്പൈലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. എന്നിട്ട് ആ കമ്പൈൽ ചെയ്ത കോഡിനെയാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യണം? നമ്മൾ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യണം? റൺ ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ സെയിം കോഡ് ഞാനിവിടെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അറിയാൻ പറഞ്ഞല്ലോ, ഇനി കൂടുതൽ സമയം നമുക്ക് കുറവാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കമ്പൈൽ ചെയ്യാം, അല്ലെങ്കിൽ Alt C ക്ലിക്ക് ചെയ്താൽ മതി. മൊബൈലിലാണെങ്കിൽ ജസ്റ്റ് നമുക്ക് റൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ചെയ്യാം. കമ്പൈൽ ചെയ്യുക. അവിടെ ഒരു വാണിംഗ് കാണിക്കുന്നു, അതൊന്നും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഓക്കെ, എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. ദെൻ Alt R റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? Alt R അടിക്കുക. ഇതിപ്പം റൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാം. ഇത് 2 ഹായ് വരും. ഞാൻ നേരത്തെ ഇത് റൺ ചെയ്തുകൊണ്ടാണ് 2 ഹായ് വന്നത്. ഞാനത് നിങ്ങൾക്കൊന്ന് മാറ്റി കാണിച്ചു തരാം. അത് ഇവിടെ ഞാനിപ്പോൾ ഒരു ഹെഡർ ഫയലും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതാറുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടതാണ് stdio.h എന്ന് പറഞ്ഞൊരു ഹെഡർ ഫയൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര ലൈൻസ് വന്ന് കമ്പൈൽ ചെയ്തപ്പം 312 ലൈൻ വന്നു. ഇവിടെ ഞാൻ മറ്റൊരു ഹെഡർ ഫയലും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. ഏതാ? conio.h. ഓക്കെ, കൺസോളിഡേറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയൽ. അപ്പോൾ ആ ഒരു ഹെഡർ ഫയൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാര്യം, എനിക്കിതാ ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ക്ലിയർ സ്ക്രീൻ, CLR എന്ന് പറഞ്ഞാൽ ക്ലിയർ സ്ക്രീൻ, അതായത് സ്ക്രീൻ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ്. നമ്മൾ ഓൾറെഡി ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റയൊക്കെ സ്ക്രീനിൽ കിടപ്പുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി, അത് മായ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ത്? ക്ലിയർ സ്ക്രീൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ ക്ലിയർ സ്ക്രീൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ conio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കമ്പൈൽ ചെയ്യുമ്പോൾ അതിൻ്റെ ലൈൻസ് കമ്പൈൽഡ് ശ്രദ്ധിച്ചോണം, 461. അപ്പോൾ അതെന്തുകൊണ്ടാണ്? conio.h കൂടെ ഇതിനകത്ത് വന്ന് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി ഞാനിപ്പോൾ ഇത് റൺ ചെയ്യാൻ പോവുക. ഇത് റൺ ചെയ്യുവാണ്. റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വന്നു? ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ പ്രോഗ്രാം എങ്ങനെ ഒരു ഹായ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ഹായ്ക്ക് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ആ ഡബിൾ കോഡ്സിനകത്ത് ഹായ്ക്ക് പകരം നിങ്ങളുടെ നെയിം കൊടുത്താൽ അങ്ങനെ പ്രിൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ വെൽക്കം എന്ന് കൊടുത്താൽ വെൽക്കം എന്ന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇത് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് തന്നെ നോക്കണം. നിങ്ങൾ ഇതുപോലെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ മൊബൈലിൽ ആപ്പ്, ഞാൻ പറഞ്ഞല്ലോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ഓരോ പ്രോഗ്രാമും ഇതുപോലെ ചെയ്ത് റൺ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലിടാം. ഇട്ട് കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും.